കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ നല്ല തലവേദനയാണെങ്കിലുള്ള സ്ഥിതി പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണോന്നായിരിക്കോളട്ടെ അപ്പൊ ചിന്ത മുഴുവനും. അങ്ങനെ ഒരു ദിവസമായിരുന്നട്ടാ ഇന്ന്. പൊന്നുവിന് പനി വന്ന് മാറിയന്റെ അടയാളം എന്ന് പറയുന്ന പോലെ 2 ദിവസമായിട്ട് നല്ല ചുമയായിരുന്നട്ടാ. സ്കൂളിൽ പോയി ഓടി നടന്നും കളിച്ചു കഴിഞ്ഞാൽ ആ ചുമ കൂട്ടണ്ടല്ലാന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് അവനെ സ്കൂളിൽ വിടുന്നില്ല കേട്ടാ. ഉണ്ണിക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് രാവിലെ തലവേദനയാണെങ്കിലും എഴുന്നേറ്റ് പണിയെല്ലാം കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ പെട്ടെന്ന് പണികളെല്ലാം കഴിക്കാന്ന് കരുതിയിട്ട് ഒരു പീച്ചിങ് ഉണ്ടായിരുന്നത് മെഴുക്ക് ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടാ. സാമ്പാറിനുള്ള പരിപ്പും കഷ്ണങ്ങളും ആദ്യമേ തന്നെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഉലുവയും കടുകും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ഉണക്കമുളകും വേപ്പില ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വാളംപുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടാ. പുളിവെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന പരിപ്പും കഷ്ണങ്ങളും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ. ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രമാണ് ഞാൻ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. മത്തങ്ങയും പരിപ്പ് ഇട്ടിരുന്നോണ്ട് നമ്മളെ സാമ്പാറിന് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. ഞാനപ്പോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ചാറൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. സാമ്പാർ നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ചെറുപയർ ദോശ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് രാത്രി ഞാൻ കുറച്ച് ചെറുപയറും പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കഴുകി വാരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ദോശമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഞാൻ ദോശ തവയിലേക്ക് കോരി ഒഴിച്ച് പരത്തി നെയ്യ് തൂവി തിരിച്ചും മറിച്ചും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടാ. ഉണ്ണിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ വേഗം തന്നെ ഉണ്ണിയുടെ ടിഫിൻ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണണോട്ടാ. എന്നിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറയാനും മറക്കരുതേ. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ.